എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് വായിക്കാൻ പോകുന്നത് 1 Corinthians 11:26 നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുക ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ അഭിഷേകം കിട്ടിയ വചനങ്ങളിൽ ഒന്നാണിത്. പരിശുദ്ധാത്മാവ് എപ്പോഴും എന്നോട് പറഞ്ഞിരിക്കണ എല്ലാ കാര്യം എന്നറിയാമോ? അതായത് നമ്മുടെ ജീവിതം എന്തിനുള്ളതാണ്? കർത്താവിൻ്റെ മരണത്തെ എന്തിനുള്ളതാണത്? നമ്മുടെ ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാനുള്ളതാണ്. ഒരു വിഷയം ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യത്തിന് നമ്മുടെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ആൾക്കാരെല്ലാം ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്താണ്? അവരവരുടെ ഇഷ്ടം നടത്താൻ വേണ്ടിയല്ലേ. നമ്മളെപ്പോൾ എങ്ങനെ ബുദ്ധിയും ബോധവും തന്ത്രവും കുതന്ത്രവും നിയമവിരുദ്ധമായ വിഷയങ്ങളൊക്കെ ചെയ്താലും അതിൻ്റെ എല്ലാം പിന്നിലുള്ളതെല്ലാം ലോകത്ത് തിന്മകൾ വരുന്നതിൻ്റെ വഴിയെന്ന് പറയണത്, അതിൻ്റെ സോഴ്സ് ഓഫ് ഈവിൾ എന്ന് പറയുന്നത് എന്താണ്? അവരവരുടെ ഇഷ്ടം നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ അവരവരുടെ ഇഷ്ടം നിറവേറ്റാൻ നോക്കുമ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഭൗതികമായ നേട്ടമുണ്ടാകും, ആത്മീയമായ കോട്ടമുണ്ടാകും. പിന്നെ എന്താണ്? ഭൗതികമായ നേട്ടത്തിന് നമ്മൾക്ക് വിശുദ്ധീകരണം നൽകാൻ പറ്റത്തില്ല, നമ്മൾ വിശുദ്ധീകരിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം വെച്ചാൽ അത് ദൈവ കണ്ടൻറ്റുകൾക്ക് മാത്രമേ. ഇപ്പോൾ ഡിറ്റർജൻറ്റ്, എല്ലാ കെമിക്കലും നമ്മുടെ ഉടുപ്പിൻ്റെ കറ കളയുക, പുതിയ കറ ഉണ്ടാക്കുകയേ ഉള്ളൂ അല്ലേ? അത് എല്ലാ ഉൽപ്പന്നങ്ങളും കെമിക്കലുകൾ. പക്ഷേ ചില ഡിറ്റർജൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ കറ പോകും. അതുപോലെ ദൈവത്തിൻ്റെ ദൈവാംശം ഉള്ള ഒരു ദൗത്യം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് അതിൻ്റെ ദൈവഗണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കണത് എന്താണ്? ദൈവഹിതമാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ദൈവഹിതം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ഹിതത്തിനെതിരായിരിക്കും. അതിനാണ് ഈ വെച്ചും വെട്ടിക്കളയുമ്പോൾ ക്രോസ് ഉണ്ടാകത്തില്ലേ? പണ്ട് ഞങ്ങളെ ഒരു കണിച്ചായച്ച പഠിപ്പിക്കുമായിരുന്നു. പുള്ളിയുടെ മെയിൻ സബ്ജക്റ്റ് ഇതായിരുന്നു. ക്രോസ് എന്ന് പറയണത് ഇങ്ങനെ എന്ന് പറയുന്ന സംഭവത്തിന് വിലങ്ങനെ വെച്ച് വെട്ടിക്കളയുമ്പോഴാണ് ക്രോസ്. അത് കേട്ടിരിക്കാൻ സുഖമാണെങ്കിൽ ഫിഗറേറ്റീവ് ആണെങ്കിലും പ്രയോഗം വരുമ്പോൾ എല്ലാവരും പകച്ചു പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ക്രോസുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയുടെ ക്രോസ് എന്താണ്? ആ വുഡൻ ക്രോസ് അല്ല, മറിച്ച് എന്താണ്? എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതമാണെന്ന് ഈശോ പറയുന്നില്ലേ? ആ ദൈവത്തിൻ്റെ ഹിതം ആണ് ദൈവഹിതമായിട്ട് വരണത്. ദൈവഹിതമാണ് ദൈവകണം. അതാണ് ഇതിൻ്റെ അകത്ത് വരുന്ന ഡിറ്റർജൻറ്റ് പവർ എന്ന് പറയണത്. അപ്പോൾ ഈശോ പറഞ്ഞ വാക്ക് നോക്കി, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. ലുക്ക 22:42 പിതാവേ അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ. മനസ്സിലായ? അപ്പം അവിടുത്തെ ഹിതമാണ് ശരിക്കും പറഞ്ഞാൽ ആത്മാവിൻ്റെ അന്നു വേണ്ട ആഹാരം. അപ്പോൾ ഒരു ദിവസം ഒരു കാര്യമെങ്കിലും നമ്മുടെ ഇഷ്ടമല്ലാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടമല്ലാതെ വരുന്ന കാര്യങ്ങൾ ദൈവനാമത്തെ സ്വീകരിക്കുമ്പോഴാണ് അത് ദൈവ ഇഷ്ടമായി മാറണത്. മനസ്സിലായില്ലേ? നമ്മുടെ ഇഷ്ടമല്ലാതെ ഒത്തിരി കാര്യങ്ങൾ വരുമല്ല നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മൾ ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്ത് ത്രൂ കർത്താവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുക്കുമ്പോഴാണ് അത് നമ്മൾ ഇതാകണത്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമാകണത്. ഈ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നമ്മൾ വിശുദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടല്ലേ എൻ്റെ പിതാവിനാൽ, അപ്പോൾ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്നൊക്കെ പറയത്തില്ലേ? അപ്പോൾ എന്നാ 4:34 യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ഇഷ്ടം നിറവേറ്റുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം.
ആ ഭക്ഷണമാണ് ഡെയിലി ബ്രെഡ് എന്ന് പറയുന്നത്. അതാണ് നമ്മളെ വിശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിത വിളികളിൽ, ജീവിതവേദിയിൽ നമ്മുടെ അല്ലാത്ത ഇഷ്ടം സംഭവിക്കുമ്പോൾ, നമുക്ക് അനിഷ്ടമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അത് ദൈവ ഇഷ്ടമായിട്ട് എടുത്ത് മാറ്റിയിട്ട് നമ്മുടെ വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ഉപയോഗിച്ച് ബലം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്.